അപ്പോൾ നമുക്കിപ്പോൾ ഗ്യാസിനൊക്കെ ഭയങ്കര ക്ഷാമമാണല്ലോ. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറൊക്കെ എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയണ അതിലെല്ലാം പാചകം ചെയ്യാൻ പറ്റില്ല എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിക്ക ദിവസങ്ങളിലും ഫുൾ ഡേ പാചകം അതിലാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. പക്ഷേ രാവിലെ നല്ല ജോലി തിരക്കായിട്ട് പോണവർക്കും നമ്മൾ തിരക്കുള്ള സമയങ്ങളിലൊന്നും ഇതിന് മാത്രം പാചകം ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്നാലും നമുക്ക് തിരക്കില്ലാത്ത സമയത്തൊക്കെ ഇതിന് ഫുൾ പാചകം ചെയ്യുകയാണെങ്കിൽ ഗ്യാസ് ലാഭിക്കാം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എനിക്ക് കുടിക്കാൻ ചായ തിളപ്പിക്കുന്നതാണ്. ആ ചായ തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പുട്ടിടാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ സ്റ്റീൽ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ പുട്ടുകണ വെച്ചിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൻ്റെ വെയിറ്റ് മാറ്റിയിട്ട് വാഷറൊക്കെ ഇട്ടിട്ട് അടച്ച് വെക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുക്കറിൻ്റെ മുകളിലൊക്കെ പുട്ട് കണയിലാണ് കേട്ടോ പുട്ട് ചുടണത്. ഇത് ചിരട്ടപ്പുട്ട് ചുടണ പുട്ട് കണയാണ്. പിന്നെ നമ്മുടെ സാധാരണ നീളത്തിൽ ചുടണ പുട്ട് കണയുമുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിലെല്ലാം കുക്കറിൽ ഇങ്ങനെ കുത്തി വയ്ക്കുന്ന സൈസ് ഒരു നോബുണ്ട്, അതിൽ കുത്തി വയ്ക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു ടിപ്സ് കൂടി പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ പുട്ടുകണയുടെയൊക്കെ ചില്ല് ചെറുതാണ്, പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എൻ്റെ അങ്ങനെ പോയിട്ട് ഞാൻ ഇടിയപ്പത്തിൻ്റെ 3-4 ടൈപ്പ് ചില്ലുണ്ടാവുമല്ലോ, അതിൻ്റെ ഒരെണ്ണം നല്ല കട്ടിയുള്ള കത്രികയ്ക്ക് വട്ടം മുറിച്ചിട്ട് അളവിന് കറക്റ്റായിട്ട് വെട്ടിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ പുട്ടുകണക്ക് ചില്ല് വേണവർ ഇതേപോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അത്യാവശ്യത്തിന് 3 ചിരട്ടപ്പുട്ട് ചുട്ടിട്ടുണ്ട്. ബാക്കി പിന്നെ വേണമെങ്കിൽ ചൂടാമെന്ന് വെച്ചിട്ട് മാറ്റി വെക്കാണ്. അപ്പോൾ പുട്ട് ചുട്ട് കഴിഞ്ഞതിന് ശേഷം തലേ ദിവസത്തെ മീൻകറി ഉണ്ടായിട്ടോ. അപ്പോൾ ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ ഈ ഇതേപോലത്തെ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് കറി വെക്കുന്നത്. അപ്പോൾ തലേ ദിവസത്തെ മീൻകറി ചൂടാക്കി പുട്ടിന് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറിൻ്റെ കാര്യമാണ് കേട്ടോ നോക്കണത്. അപ്പോൾ തലേ ദിവസം ചോറ് ഒരുപാട് ബാക്കിയാക്കി. അപ്പോൾ ഇത് ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ വയ്ക്കാൻ വേണ്ടി മേടിച്ച സ്റ്റീൽ കലമാണ്. ഇത് റൈസ് കുക്കറിലും വയ്ക്കാം. പക്ഷേ ഇതിൻ്റെ അടി പരന്നതല്ല കേട്ടോ, റൗണ്ടാണ്. അപ്പോൾ വോൾട്ടേജ് കുറയുന്ന സമയത്ത് ഇതിന് കറണ്ട് പിടിക്കില്ല. നല്ല വോൾട്ടേജുള്ള സമയത്ത് ആ കലത്തിൽ വയ്ക്കാം കേട്ടോ. അപ്പോൾ പഴയ ഒരു സ്റ്റീൽ ചരിവുണ്ടായി. അപ്പോൾ ഇതിലാണ് ഞാൻ ചോറ് തിളപ്പിച്ച് വിട്ടുന്നത്. ചില സമയത്തൊക്കെ ചോറ് വയ്ക്കണത്. എന്നിട്ട് കലത്തിലേക്ക് ഊറ്റി വെച്ചിട്ട് റൈസ് കുക്കറിൽ വയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ തലേ ദിവസത്തെ ചോറ് നന്നായിട്ട് കഴുകിയെടുക്കണം, അല്ലെങ്കിൽ പഴയ ചോറിൻ്റെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. അങ്ങനെ ഞാൻ ചോറും തിളപ്പിച്ച് വിട്ടാണ്. അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറ് ഊറ്റണ ഇതേപോലത്തെ അരിപ്പ പോലെ പാത്രത്തിലേക്ക് ഊറ്റാം. അപ്പോൾ കുറച്ച് ചോറ് അധികം ഉള്ളതുകൊണ്ട് ഞാൻ ആ കലത്തിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വടിക്കലത്തിൽ വെച്ചിട്ട് വടിക്കാൻ കേട്ടോ. അപ്പോൾ ചോറ് ഊറ്റി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറെ പണികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാചകം ചെയ്യുന്നതിൻ്റെ വീഡിയോ മാത്രം ഞാൻ വീഡിയോ പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ പിന്നെ എയർ ഫ്രയറിലാണ് ഞാൻ മീനൊക്കെ ഫ്രൈ ചെയ്യണത്. തലേ ദിവസം ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ നമുക്കത് അപ്പം തന്നെ കഴുകി വെക്കാൻ പറ്റില്ല കേട്ടോ. വെള്ളം ഒഴിച്ച് കുതിർന്നതിന് ശേഷം കഴുകി വെക്കാമുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ കോട്ടിങ്ങൊക്കെ പോകും. അപ്പോൾ ഞാനത് കഴുകി വെച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മോള് വന്ന് പാലൊക്കെ തിളപ്പിച്ച് കുടിക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഹസ്ബൻഡിന് ചായ വേണമെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഇടയ്ക്ക് അതിൽ തന്നെ തിളപ്പിച്ച് കൊടുത്ത്. ഇതെല്ലാം ഒരു ദിവസത്തെ പണിയാണ് കേട്ടോ എൻ്റെ. പിന്നെ രാത്രിത്തേക്കും ചോറ് വേണമല്ലോ, അപ്പോൾ തിളപ്പിച്ചിട്ട് ചോറ് മാത്രം പോരാ. അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ 5 ലിറ്ററിൻ്റെ കുക്കറുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് അരി മാത്രം ഇട്ട് വേവിക്കാൻ കേട്ടോ. അപ്പോൾ ഗ്യാസ് അടുപ്പൊക്കെ അവിടെ നല്ല റെസ്റ്റ് എടുത്തിരിപ്പുണ്ട്. അപ്പോൾ അധികം വേവില്ലാത്ത അരിയാണ്. അപ്പോൾ ഒരു വിസിൽ പോയതിന് ശേഷം ഞാൻ ഓഫാക്കി. അതിന് ആവിയൊക്കെ പോയതിന് ശേഷം പിന്നെ കുറച്ച് നേരം നമ്മൾ കലത്തിലിട്ട് തിളപ്പിച്ച് വേവിക്കുമ്പോൾ കുറച്ച് നേരം തിളപ്പിച്ചിട്ട് വേവിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ആ കലത്തിലിട്ട് വേവിച്ച ആ ഒരു ഇത് ചോറിന് കിട്ടും. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ഒന്നുകൂടി വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ കുക്കറിലേക്ക് തന്നെ വെച്ചിട്ട് ചോറ് വടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെള്ളം ഊറ്റി കളയുക. അത് കഴിഞ്ഞിട്ട് കുക്കറിൻ്റെ മൂടിയുടെ വാഷറും വെയിറ്റും ഊരി മാറ്റാം കേട്ടോ. എന്നിട്ട് അത് മൂടി വെച്ചിട്ട് അതിൽ തന്നെ വടിച്ചെടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് വാർന്ന് വയ്ക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ചോറ് വാർക്കാൻ വെച്ചതിന് ശേഷം ഞാൻ മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് ചൂടുവെള്ളം വച്ച് കൊടുക്കണ്ട കേട്ടോ.
അപ്പോൾ അത് മീനൊക്കെ കറുത്ത് ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്സാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. വെള്ളം ചൂടാക്കിയിട്ട് വേറെ പച്ചവെള്ളം കൂടി ചേർത്തിട്ട് നോർമൽ ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് വിനാഗിരിയോ വാളംപുളിയോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേപോലത്തെ കരിമീൻ പോലത്തെ മീനൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ക്ലീൻ വെച്ച നേരം കൊണ്ട് സാമ്പാർ വയ്ക്കാനായിട്ട് ഒരു 3.5 ലിറ്ററിൻ്റെ സ്റ്റീലിൻ്റെ കുക്കറിലുണ്ടായി. അപ്പോൾ അതിലേക്ക് വേവിക്കാൻ കേട്ടോ. അപ്പോൾ കുക്കറ് പെട്ടെന്ന് ആവി പോകില്ല. 2 തട്ടൊക്കെ തട്ടിയതിന് ശേഷമാണ് വിസിൽ പോവുള്ളൂ. അപ്പോൾ പരിപ്പൊക്കെ തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ അതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പ് വെച്ച സമയം കൊണ്ട് മീനൊക്കെ എൻ്റെയൊക്കെ കറുത്ത ഇതെല്ലാം പോയി നല്ല ക്ലീനായി എടുത്തിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് പകുതി വേവായപ്പോൾ അതിലേക്ക് സാമ്പാർ കഷ്ണങ്ങളൊക്കെ അതിട്ടെടുത്തതിൻ്റെ മീനൊക്കെ നന്നായിട്ട് ക്ലീനാക്കി കത്തി കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞ് കറുത്ത ഇതൊക്കെ പോകും. അങ്ങനെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ പറ്റിയിട്ട് കരിമീൻ എയർ ഫ്രയറിൽ ചെറിയ ചൂടിൽ ഫ്രൈ ചെയ്യാനും വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വെച്ച്. അപ്പോൾ ആ സമയം കൊണ്ട് സാമ്പാർ കഷ്ണങ്ങളൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ പൊടികൾ വറുത്തിട്ടാണ് ഇട്ടിടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുമ്പ് പാത്രമാണ് വെച്ച് കൊടുത്തേക്കണത്. അലുമിനിയം പാത്രം ഇതിന് പിടിക്കില്ലല്ലോ. അപ്പോൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഉണ്ട്. അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടെടുത്തിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉലുവപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്ത് വറുത്തിട്ട് ഞാൻ സാമ്പാർ കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അതെല്ലാം തിളച്ച് പുളിയൊക്കെ ചേർത്തതിന് ശേഷം അതിലേക്ക് കടുക് വറുത്തിടാണ് കേട്ടോ. കടുകും വേപ്പിൻ്റെ മുളകൊക്കെ വറുത്തിടാണ്. അത് ഇരുമ്പ് ചീനിച്ചട്ടി തന്നെയാണ് വയ്ക്കണത്. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇരുമ്പ് പാത്രം. അപ്പോൾ മീനൊക്കെ ഫ്രൈ ആയി വന്നു. അപ്പോൾ എയർ ഫ്രൈയിൽ മീൻ ഫ്രൈ ചെയ്താലും അരപ്പിൻ്റെ ഒരു പച്ചച്ചോക ഉണ്ടാവും കേട്ടോ. മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആവും. അപ്പോൾ ഹസ്ബൻഡിന് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ പറ്റിയിട്ട് തിരിച്ചു മറിച്ചിട്ടൊന്ന് അരപ്പിൻ്റെ പച്ചച്ചോക മാറാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത് ബാക്കിയുള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ. എയർ ഫ്രൈയിൽ പൊരിച്ച മീൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം ശരിയാക്കി ഉച്ചക്കത്തെ ചോറൊക്കെ ശരിയാക്കി കേട്ടോ. അപ്പോൾ അങ്ങനെ സാമ്പാറും കരിമീൻ പൊരിച്ചതും ചോറും എല്ലാം നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ റെഡിയായി. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് കേട്ടോ പിന്നെ കത്തിക്കുന്നത്. അപ്പോൾ വൈകുന്നേരത്തെ പാൽച്ചായ കുടിക്കാൻ വേണ്ടി തിളപ്പിച്ച് അത് കഴിഞ്ഞ് ഹസ്ബൻഡ് മുന്തിരി വാങ്ങിച്ചു തന്നിട്ടുണ്ടായി. അത് കഴുകി അത് അതിൽ വേവിക്കാൻ വെച്ചു. പിന്നെ ബയോഗ്യാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയാണ് ഞാൻ ബയോഗ്യാസ് കത്തിക്കുന്നത്. അപ്പോൾ അത് ചില സമയത്ത് ഒരു കറി വയ്ക്കാനുള്ളതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ ഇറച്ചി വെന്തതിന് ശേഷം ബാക്കി ഗ്യാസിൻ്റെ അതിലേക്ക് സവാള വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇറച്ചിയെല്ലാം വെന്തത് ബയോഗ്യാസിലാണ് കേട്ടോ. ഇതാണ് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ അടുപ്പ്. അപ്പോൾ ഇതിൽ ലൈറ്ററിൽ കത്തൂല കേട്ടോ. നമ്മളിതേപോലെ തീ കത്തിച്ചാലാണ് കത്തുള്ളൂ. അപ്പോൾ നല്ല വേനലായതുകൊണ്ട് ഗ്യാസൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. മഴക്കാലത്താണ് ഗ്യാസ് കുറച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിത് കുക്കറിൽ ഇറച്ചി വേവിക്കാൻ വയ്ക്കുന്നതാണിത്. അപ്പോൾ കുക്കറിൽ ഇറച്ചിയൊക്കെ വന്നെങ്കിൽ ഒരുപാട് ഗ്യാസ് വേണമല്ലോ. അപ്പോൾ നമ്മുടെ സാധാ ഗ്യാസ് അടുപ്പ് അവിടെ റെസ്റ്റൊക്കെ എടുത്തിരിപ്പുണ്ട്. അങ്ങനെ ഇറച്ചിയൊക്കെ വെന്ത് സവാളയൊക്കെ വാടി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും ബയോഗ്യാസിൻ്റെ ഗ്യാസ് തീർന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ ഒരു സ്റ്റീലിൻ്റെ തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചകിരി വെച്ച് കൊടുത്തത്. പിന്നെ സ്റ്റീലിൻ്റെ ഇടിയപ്പച്ചെമ്പ് ഇരുമ്പിൻ്റെ ദോശച്ചട്ടി അതൊക്കെ ഇത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്.